എല്ലാവർക്കും നമസ്കാരം. 2 ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മൂടിക്കെട്ടി കിടക്കുന്ന അന്തരീക്ഷവും തുടരെ പെയ്യുന്ന മഴയും ആളുകളെ ആശങ്കാകുലരാക്കുന്നുണ്ട്. 6 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമ്പോൾ നമ്മുടെ തോടുകൾക്കും പുഴകൾക്കും ആ മലവെള്ളത്തിനെ പ്രശ്നമില്ലാതെ കായലിലും കടലിലും എത്തിക്കാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായ സമയത്ത് പെയ്തത് 20 മുതൽ 24 സെൻറ്റിമീറ്റർ വരെ മഴയാണ്. ഇത്രയും വലിയ അളവ് മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ തോടുകൾക്കും പുഴകൾക്കും കഴിയില്ല. യഥാർത്ഥത്തിൽ മേഘസ്ഫോടനം പോലെയുള്ള മഴകൾ എന്തുകൊണ്ടാണ് പെയ്യുന്നത്? അല്ലെങ്കിൽ വലിയ മലവെള്ള കുത്തൊഴുക്ക് ഉണ്ടാകുന്നത് പോലെ എന്തുകൊണ്ട് മഴ പെയ്യുന്നു? ഇതിൻ്റെ കാരണം നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കവചമുണ്ട്, ഒരു ഓക്സിജൻ പാളിയുണ്ട്. ഇതിന് ഓസോൺ പാളി എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശത്തിനകത്തുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരാതെ തടയുക എന്നതാണ് ഈ ഓസോൺ പാളിയുടെ ജോലി. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള അനേകം സാഹചര്യങ്ങൾ മൂലം ഈ ഓസോൺ പാളിയിൽ പല സ്ഥലത്തും വിള്ളലുകൾ വീണു എന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ഈ ഓസോൺ പാളിയിലെ വിള്ളലുകളിലൂടെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരികയും ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് ആഗോളതാപനം എന്നാണ്. ഈ ആഗോളതാപനം മൂലം ഭൂമിയിലെ ജലാശയങ്ങളായ തോടുകളിലെയും പുഴകളിലെയും കായലുകളിലെയും കടലുകളിലെയും ഡാമുകളിലെയും ഒക്കെയുള്ള വെള്ളം വലിയ തോതിൽ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അത് മഴമേഘങ്ങളായി നിൽക്കുകയും അത് ഭൂമിയിലേക്ക് ഭയങ്കരമായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിൻ്റെ ചൂട് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ജലത്തിൻ്റെ ബാഷ്പീകരണവും നടക്കും. ജലം നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് അത് മേഘങ്ങളായി മാറും. മുകളിലേക്ക് ചെന്ന നീരാവി മേഘമായി മാറി അത് ഭൂമിയിലേക്ക് മഴയായും പെരുമഴയായും മേഘസ്ഫോടനമായും പെയ്തിറങ്ങും. 10 സെൻറ്റിമീറ്ററിന് മുകളിൽ അളവിൽ ഒരു പ്രദേശത്ത് മഴ പെയ്താൽ അത് വലിയ മലവെള്ളപ്പാച്ചിലിന് ഇടയാകും. ഈ വിഷയം ശാസ്ത്രീയമായി പരിഹരിക്കേണ്ടത് മുന്നോട്ട് വളരെ ആവശ്യമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ 2 ദിവസത്തേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണർന്നതുകൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ കുറേ ക്യാമ്പുകൾ നടത്തിയത് കൊണ്ടോ ഒന്നും കാര്യങ്ങൾ നേരെയാവില്ല. ഇനി പ്രശ്നങ്ങൾ ഞങ്ങൾ താമസിക്കുന്നിടത്തില്ല എന്ന് ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. പലവട്ടം വെള്ളം വന്നിട്ടും എൻ്റെ വീടിനെ ബാധിച്ചില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ മേഘം തന്നെ വലിയ തുള്ളിയായി വീഴുന്ന സാഹചര്യങ്ങൾ വേണ്ടി വന്നാൽ വരാം. അങ്ങനെ വന്നാൽ എല്ലാവർക്കും പ്രശ്നമാകും. അവനവൻ്റെ വീടിൻ്റെ മണ്ടയിലോട്ട് പൊടുപൊടോന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആലിപ്പഴമൊക്കെ വീഴുന്നതിന് ഒരു പരിധി കൂടുതൽ വലിപ്പം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. അത് ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുമൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ്റിനാണ് പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്നത്. പ്രധാന പ്രശ്നം എവിടെ നിന്നാണ് എന്ന് നോക്കാം. ഭൂമിയിൽ നിന്നുയരുന്ന പുകപടലങ്ങളാണ് പ്രധാനമായും ഇതിന് കാരണം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകപടലങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നമ്മൾ നോക്കിയാൽ മിക്ക സ്ഥലങ്ങളിലും 1/2 കിലോമീറ്റർ അകലത്തിൽ ഇപ്പോൾ പെട്രോൾ പമ്പുകളായിട്ടുണ്ട്. ഇല്ലാത്തടത്ത് തെരുതെരന്ന് പണിയുന്നുമുണ്ട്. നഗരങ്ങളിലും ഇടത്തരം നഗരങ്ങളിലും ഒക്കെ ഡസൻ കണക്കിന് പെട്രോൾ പമ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. മിക്കവാറും എല്ലാ പമ്പുകളിലും ഒരു 10,000 ലിറ്ററിന് മുകളിൽ പെട്രോളും ഡീസലും വിൽക്കപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ചില പമ്പുകളിലൊക്കെ 50,000 ലിറ്റർ വരെ വിൽക്കപ്പെടുന്നെന്നും നമ്മൾ അറിയുന്നു. ഈ വിൽക്കപ്പെടുന്ന ഇന്ധനങ്ങൾ മുഴുവൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഇന്ധനങ്ങൾ കത്തിച്ച് മാരകമായ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇന്ധനങ്ങളുടെ കത്തലിന് ഓക്സിജൻ ആവശ്യമാണ്. വായുവിലുള്ള ഓക്സിജനെ വാഹനങ്ങളുടെ എയർ ഫിൽറ്ററുകൾ വലിച്ച് എഞ്ചിനകത്തേക്ക് കൊടുത്തിട്ടാണ് വാഹനങ്ങളിൽ ഇന്ധന കത്തിക്കൽ നടക്കുന്നത്.
അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ അളവുകൾ കൂടുകയും ചെയ്യും. വികസിത രാജ്യങ്ങളിൽ, സമ്പന്ന രാജ്യങ്ങളിൽ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വലിയ തോതിലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിന് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നടപ്പാക്കി. ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് പറയാം. ഒന്ന്, ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ച് അതുപയോഗിച്ചിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും. അതിനുവേണ്ടി ലോകം മുഴുവൻ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതിനായി വികസിത രാജ്യങ്ങൾ ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കാർബൺ ഫണ്ട് എന്ന് വിളിക്കും. ഈ കാർബൺ ഫണ്ട് വികസ്വര രാജ്യങ്ങളിലെ, അതായത് ദരിദ്ര രാജ്യങ്ങളിലെ കർഷകർക്ക് സബ്സിഡിയായി കൊടുക്കുകയാണ് എങ്കിൽ കർഷകർ ധാരാളം വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് വരുന്ന കാർബൺ ഫണ്ട് ഏതൊക്കെയോ രാജ്യദ്രോഹികളുടെ വായിലേക്ക് പോകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. അങ്ങനെയുള്ള രാജ്യദ്രോഹികൾ, വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ ഭൂമിക്ക് ദ്രോഹികൾ, ലോഹദ്രോഹികൾ കുറേ എണ്ണം നമ്മുടെ ഇടയിലൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോരോ പേരും പറഞ്ഞതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഫോസിൽ ഇന്ധനങ്ങളായ മണ്ണെണ്ണയും ഡീസലും പെട്രോളും കൽക്കരിയും പരമാവധി കത്തിക്കാതിരിക്കുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? ഇലക്ട്രിക് വാഹനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ കാര്യത്തിലെ പ്രധാന വില്ലൻ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്നത് പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 100 രൂപയ്ക്ക് വിൽക്കുന്ന 1 ലിറ്റർ ഇന്ധനത്തിൽ 70 രൂപയും നികുതിയാണ്. ഇന്ത്യയിലെ ഒരു പമ്പിൽ ആവറേജ് 20,000 ലിറ്റർ ഇന്ധനം വിൽക്കുന്നു എങ്കിൽ ഒരു ദിവസം ഒരു പമ്പിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് ഏതാണ്ട് 14 ലക്ഷം രൂപയാണ് നികുതിയായി പോകുന്നത്. ഇന്ത്യയിൽ 1 ലക്ഷത്തിലധികം പെട്രോൾ പമ്പുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കൃത്യം കണക്കറിയാൻ നമുക്ക് വഴിയില്ല. 1 ലക്ഷത്തിലധികം എന്നാണ് പറയുന്നത്. 20,000 ലിറ്റർ ഇന്ധനം വിൽക്കുന്ന ഒരു പമ്പിൽ നിന്ന് 14 ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് നികുതിയായി പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 14,000 കോടി രൂപ ഒരു ദിവസം ഇന്ത്യയിലെ സകല പമ്പുകളിൽ നിന്നും കൂടെ ഗവൺമെൻറ്റിലേക്ക് നികുതിയായി പോകുന്നുണ്ട്. 4,20,000 കോടി രൂപ ഒരു മാസം ആ കണക്കും പ്രകാരം സർക്കാരിലേക്ക് നികുതിയായി പോകുന്നുണ്ട്. ഇനി ഒരു വർഷത്തെ കണക്കെടുക്കുമ്പം 50,40,000 കോടി രൂപ സർക്കാരുകളിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നികുതി കൂടെ നോക്കുമ്പം 100 ലക്ഷം കോടിക്ക് മുകളിൽ സർക്കാരിലേക്ക് വരുമാനം പോകുന്നു. ഇനി ഇങ്ങനെ വിൽക്കപ്പെടുന്ന ഇന്ധനം മുഴുവൻ അത് വാഹനങ്ങളിൽ വന്ന് കത്തി അന്തരീക്ഷത്തിലേക്ക് വിവിധങ്ങളായ വാതകങ്ങളും വിഷവാതകങ്ങളും പുറന്തള്ളുന്നു. ഇത് ഭൗമോപരിതലത്തിലേക്ക് ഉയർന്ന വലിയ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അത് എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, മഴ പെയ്യേണ്ടപ്പം വെയിൽ തെളിയും, വെയിൽ തെളിയേണ്ട മാസങ്ങളിൽ മഴ പെയ്യും. കേരളത്തിലെ പരമ്പരാഗത രീതി അനുസരിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ ലഭിക്കേണ്ടതാണ്. ശാന്തമായിട്ട് അങ്ങ് പെയ്തു പോവുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചു? ജൂലൈ 31 തുടങ്ങിയ മഴ ആഗസ്റ്റ് 1 രാവിലെ പ്രകൃതി അങ്ങോട്ട് കാലിതുള്ളി പെയ്തു. സകലതും തകർത്ത് വാരിക്കൊണ്ടുപോയി. മധ്യ കേരളത്തിലെ പല ജില്ലകളും മുങ്ങിപ്പോയി. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അതികഠിനമായ ചൂട് അനുഭവപ്പെടുക. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മലയാളികളെ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നു ഇവിടെ താങ്ങാൻ വയ്യാത്തത്ര ചൂടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച ഒരു കൊച്ചിനോട് ചോദിച്ചു, കേരളത്തിലേക്കാളും ചൂടാണോ? ഓ, കേരളത്തിലെ പോലെ ഒന്നുമല്ല, ഇത് താങ്ങാൻ പറ്റുകയല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചൂട് കൂടുമ്പോൾ ജലാശയങ്ങളിലുള്ള വെള്ളം അതിഭീമമായി ബാഷ്പീകരിക്കുകയും മുകളിലേക്ക് ഉയരുകയും വലിയ മഴമേഘങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വലിയ മഴ ഉണ്ടാകും, മേഘസ്ഫോടനം ഉൾപ്പെടെ ചിലപ്പോൾ ഉണ്ടാകും, വലിയ കാറ്റുണ്ടാവാം, ചുഴലി ഉണ്ടാവാം. ഇതിനെ നിയന്ത്രിക്കാൻ ആറ്റിലെ മണൽ വാരിയാലൊന്നും ഇത് തീരുന്ന പ്രശ്നമല്ല. മേഘങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തിനെ സുഗമമായി ഒഴുകിപ്പോകാൻ സാഹചര്യം ഒരുക്കണം. അതിന് മണൽ വാരിയും ചെളി വാരിയും
തോടുകളും പുഴകളും കായലുകളും വൃത്തിയാക്കണം. അനധികൃത നിർമ്മാണങ്ങൾ, പുഴ, തോട്, കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. ഇനി കയ്യേറിയത് എന്തു വില കൊടുത്ത് ഒഴിപ്പിക്കുകയും ചെയ്യണം. അതിനകത്ത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നടപടികൾ കർശനമായിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ കുത്തി ഒലിച്ചു വരുന്ന മലവെള്ളത്തിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്നത് തന്നെയാണ് കാരണം. ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷമുള്ള 100 ലക്ഷം കോടി വരുമാനം ഗവൺമെൻറ് വേണ്ടെന്ന് വയ്ക്കുമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായി കുറേ പോട്ടെ എന്ന് അവർക്ക് വെക്കേണ്ടി വരും. ഗവൺമെൻറ്റുകൾ മനസ്സ് വച്ചാൽ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വിലയ്ക്ക് വൈദ്യുത വാഹനങ്ങൾ വിൽക്കാൻ കഴിയും. അവർ മനസ്സ് വെക്കണം. ചെറിയ തുകയ്ക്ക് വൈദ്യുതിയും കൊടുക്കണം. അല്ലെങ്കിൽ സോളാർ വൈദ്യുതി ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ജനത്തിനെ കൊണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പരമാവധി ഉപയോഗിപ്പിക്കാതിരിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത് അന്തരീക്ഷത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നില്ലെങ്കിൽ ഇനിയും അതിഭീകരമായ കൊടും ചൂടും പെരുമഴയും വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാവാം. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? ലോകം മുഴുവൻ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് അതാത് ഗവൺമെൻറ്റുകൾക്ക് ന്യായമായ പങ്കുണ്ട്. ഇന്ത്യയിലുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ന്യായമായ പങ്കുണ്ട്. ജനത്തിനും ജനത്തിൻ്റെതായ ചെറിയ പങ്കുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ എല്ലാവരും കൂടെ ചേർന്ന് തികച്ചും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഏറ്റവും പുതിയ പരിഹാര മാർഗങ്ങൾ നടപ്പാക്കുന്നില്ല എങ്കിൽ കാലാവസ്ഥ തകിടം മറിയും. വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.